ജീവിതത്തിൽ ലഭിക്കുന്ന ഏതൊരു വിഷയത്തിലും അതിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നടത്തിയ ദുആകളിൽ മഹാഭൂരിപക്ഷ ദുആകളും ബറക്കത്തിന് വേണ്ടിയുള്ള ദുആ ആണ് എന്ന് കാണാൻ കഴിയും. കാരണം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. ഒരു അനുഗ്രഹം സിയാദത്തായി നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. രണ്ടാമത്തത് അതിൽ വർധനവുണ്ടാവുന്നു എന്നതാണ്. മൂന്നാമത്തത് അസൂയാലുക്കളുടെയും കണ്ണേറുകാരുടെയും ഉപദ്രവത്തിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവുന്നു എന്നതാണ്. ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾക്ക് നിഅമത്ത് ലഭിക്കും, ലഭിച്ച പിറ്റേ ദിവസം തന്നെ അത് നഷ്ടപ്പെടും. ഒന്നെങ്കിൽ അസൂയാലുവിൻ്റെ ഒരു അസൂയ അവിടെ പ്രവർത്തിച്ചു, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അല്ലെങ്കിൽ ഒരു കണ്ണേറുകാരൻ്റെ കണ്ണേറ് തട്ടി. നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ ഒരുപാട് സംഭവങ്ങൾ കാണാം. കണ്ണേറ് തട്ടിയതിൻ്റെ പേരിൽ, അസൂയയുടെ പേരിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ്? നിങ്ങൾ എന്താണ് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ നടക്കുന്നത്? ഹല്ലാ ബറക്ത, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തുകൂടായിരുന്നു എന്ന് പറഞ്ഞാൽ ബറക്കത്തിന് വേണ്ടിയുള്ള ദുആ എന്നുള്ളത് ഒരു റുഖിയയാണ് ശരിക്കും. അതിലൂടെ കണ്ണേറും അസൂയയും ഒക്കെ തടയപ്പെടും. അപ്പോൾ നമുക്ക് നിഅമത്തുകൾ ലഭിക്കുക, അതിൽ വർധനവുണ്ടാവുക, അത് പ്രൊട്ടക്റ്റഡ് ആവുക, അസൂയാലുക്കളുടെയും മറ്റും ഷർറിൽ നിന്ന് അതിന് സംരക്ഷണം ഉണ്ടാവുക, ഇതെല്ലാം ബറക്കത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം നമ്മൾ ഏതൊരു വിഷയത്തിലും അള്ളാഹുവിനോട് ബറക്കത്തിനു വേണ്ടി തേടിയാലേ അത് നമുക്ക് നിലനിന്ന് കിട്ടുകയുള്ളൂ. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അത്അമഹുല്ലാഹു തആമൻ ഫൽയഖുൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു ഭക്ഷണം നൽകിയാൽ നിങ്ങൾ ആ ഭക്ഷണത്തിൽ ബറക്കത്തിനെ തേടണം എന്നാണ്. നമ്മൾ സാധാരണ ഭക്ഷണം കിട്ടിയാൽ അത് കഴിക്കുന്നു എന്നല്ലാതെ ബറക്കത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ തേടാറില്ല. മാത്രമല്ല ഇങ്ങനെ കൂടി പറയണം എന്നാണ്. എന്താണ്? വറുസുഖ്നാ ഖൈറൻ മിൻഹു, ഇതിനേക്കാൾ നല്ല ഭക്ഷണം വേറെയും തരയണമേ എന്നും പറയണം എന്നാണ്. അത് ദുനിയാവിൽ വെച്ച് തന്നെ കൂടുതൽ വിശിഷ്ടമായ ഭക്ഷണമാവാം, അതിനപ്പുറത്ത് സ്വർഗത്തിലെ ഭക്ഷണവുമാകാം ഉദ്ദേശം. രണ്ടാണെങ്കിലും നിലനിൽക്കുന്ന ബറക്കത്താണത്. അപ്പോൾ ഭക്ഷണം കിട്ടിയാൽ അതിൽ ബറക്കത്തിന് വേണ്ടി തേടണം. അതേപോലെ തന്നെ വമൻ സഖാഹുല്ലാഹു ലബനൻ, നിങ്ങൾ പാല് കുടിക്കുകയാണെങ്കിൽ, നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞു പാല് കുടിക്കുക. ഫൽയഖുൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, റബ്ബേ ഇതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകണമേ, വസിദ്നാ മിൻഹു, ഇതിൽ വർധനവും നൽകണമേ. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞത് ഭക്ഷണം കിട്ടിയാൽ എന്നാണ്. അവിടെ പറഞ്ഞു വർസുഖ്നാ ഖൈറൻ മിൻഹു, അതിനേക്കാൾ ഖൈറായത് തരാൻ പറഞ്ഞു. പക്ഷെ പാലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനേക്കാൾ ഖൈറായതെന്ന് പറഞ്ഞില്ല. പിന്നെന്താണ് പറഞ്ഞത്? വസിദ്നാ മിൻഹു, ഇതിൽ വർധനവ് നൽകാനാണ് പറഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നീ ലാ അഅലമു മാ യുജ്സിഉ മിനത് ത്വആമി വശ്ശറാബ് ഇല്ല ലബൻ. ഭക്ഷണം എന്നുള്ള നിലക്കും പാനീയം എന്നുള്ള നിലക്കും പാലിനേക്കാൾ മുന്തിയ ഒന്നും എനിക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ടാണ് അതിൽ സിയാദത്താണ് ചോദിച്ചത്, ഖൈറ് ചോദിച്ചില്ല, സിയാദത്താണ് ചോദിച്ചത്. എന്നാൽ മറ്റു ഭക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനേക്കാൾ ഖൈറായത്. കാരണം ഭക്ഷണത്തിൽ ഒന്നിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊന്നുണ്ടാവാം. എന്നാൽ പാല് നല്ലൊരു ഭക്ഷണമാണ്. മറ്റൊരു സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ പശുവിൻ്റെ പാല് കുടിക്കണം. കാരണം പശു എല്ലാ നല്ല വിശിഷ്ടമായ പുല്ലുകളിൽ നിന്നും കഴിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞില്ലേ, മതാഅൻ ലക്കും വലിയ അൻആമിക്കും, നിങ്ങളുടെ കന്നുകാലികൾക്ക്. അവിടെ വഫാക്കിഹത്തൻ വ അബ്ബ എന്നാണ് പറഞ്ഞത്, പഴവർഗ്ഗങ്ങളും പുല്ലും. അപ്പോൾ പുല്ലിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പശു കഴിച്ചാൽ അതിൽ നിന്നുണ്ടാവുന്ന പാല്, അതിൽ ബറക്കത്തുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ബറക്കത്തിനെ തേടണമെന്നാണ്. നമുക്ക് കിട്ടുന്ന ഭക്ഷണം, പാനീയം, ഇതിലൊക്കെ ബറക്കത്തിനു വേണ്ടി റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണങ്ങളിലൊക്കെ ബറക്കത്ത് ലഭിക്കാൻ ഈ ദുആ കാരണമായി തീരും. ഇനി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയാണ്. അവരുടെ അടുക്കലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പ്രവേശിച്ചപ്പോൾ ഫഅതത്ഹു ബിതംരിൻ വസംനിൻ, ഈത്തപ്പഴവും അതേപോലെ തന്നെ നെയ്യും കൊണ്ടുവന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ പാത്രത്തിലേക്ക് തന്നെ മടക്കണം. കാരണം ഫഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് ഇതും മടക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാമ ഇലാ നാഹിയത്തിൻ മിനൽ ബൈത്തി, ആ വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ നീങ്ങി, ഫസല്ല ഗൈറൽ മക്തൂബ, ഫറളല്ലാത്ത സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ട്, ഫദആ ലി ഉമ്മി സുലൈമിൻ വ അഹ്ലി ബൈത്തിഹ, ഉമ്മു സുലൈമിന് വേണ്ടിയും ആ വീട്ടിലുള്ളവർക്ക് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയിൽപ്പെട്ടതാണ് തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യൽ. ഒരു വീട്ടിൽ പോയാൽ ആ വീട്ടിലുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യൽ, ആ വീട്ടിൽ നിന്ന് വല്ല ഭക്ഷണവും കഴിച്ചാൽ ആ ഭക്ഷണം കൊടുത്തവർക്ക് വേണ്ടി ദുആ ചെയ്യൽ,
ഇതൊക്കെ നബിയുടെ ചര്യയിൽപ്പെട്ടതാണ്. പലരും ധരിച്ചിട്ടുള്ളത് ഇത് നമുക്ക് പാടില്ലാത്തൊരു സംഭവമാണ്, നമുക്ക് പറ്റാത്തൊരു സംഭവമാണ്, അതൊക്കെ വേറെ ചില വിഭാഗത്തിനുള്ളതാണ് എന്നാണ്. എന്നാൽ വേറെ ആളുകൾ അതിനെ ദുരുപയോഗം ചെയ്യുകയും ആ ദുആക്ക് പൈസ വാങ്ങുകയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചിട്ടില്ലാത്ത ചില രീതികളൊക്കെ അതിനെ സ്വീകരിച്ചു എന്നതല്ലാതെ അതിൻ്റെ ഒരു ബേസ് ഉണ്ട്. ആ ബേസ് ഇസ്ലാമിലുള്ളതാണ്. ഒരു വീട്ടിൽ പോയാൽ അവിടെ ഉള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമുക്കാരെങ്കിലും ഭക്ഷണം വാങ്ങിത്തന്നാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന സ്വലാത്തക സകനുൽ ലഹും, താങ്കളുടെ ദുആ അവർക്ക് സമാധാനം ഉണ്ടാവുന്നത്. അതപ്പോൾ പറഞ്ഞതാണ്, സദഖയും സക്കാത്തും ഒക്കെ പിരിക്കുമ്പോൾ അത് നൽകിയവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അവർ നൽകുന്നത് നിർബന്ധ സക്കാത്താണ്, പക്ഷെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ആ ദുആ അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്തപ്പോൾ ഫഖാലത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി ഖുവൈസ, എനിക്കൊരു പ്രത്യേക ദുആ ഉണ്ട്, അത് നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. പ്രവാചകൻ ചോദിച്ചു, എന്താണത്? പറഞ്ഞു, ഖാദിമുക അനസുൻ, എൻ്റെ മകൻ, നിങ്ങളുടെ ഖിദ്മത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ കൂടിയ എൻ്റെ പൊന്നുമോൻ അനസ്, ആ മോന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുകയാണ്, ഫമാ തറക ഖൈറ ആഖിറത്തിൻ വലാ ദുനിയ ഇല്ലാ ദഅാലി ബിഹി, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറുകൾക്കും വേണ്ടിയും അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ സമ്പന്നമായൊരു ദുആ. ഇഹപര നന്മകളെല്ലാം അനസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു. അദ്ദേഹം പറയുകയാണ്, എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തത്? അതിലൊന്ന്, അല്ലാഹുമ്മ ർസുഖ്ഹു മാലൻ വവലദൻ വബാരിക് ലഹു, അദ്ദേഹത്തിന് സമ്പത്ത് നൽകണമേ, അതേപോലെ തന്നെ സന്താനങ്ങളെയും നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഇന്നീ ലമിൻ അക്സരിൽ അൻസാരി മാല. അനസ് റളിയല്ലാഹു അൻഹു അന്ന് പാവപ്പെട്ട ആളായിരുന്നു, പാവപ്പെട്ട കുടുംബമായിരുന്നു. പിന്നീട് മദീനയിൽ അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പണമുള്ള ആളായി ഞാൻ മാറിയെന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ ആണ്. മാത്രമല്ല ഏറ്റവും പ്രായവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിനാണ്. 100-ലധികം വർഷം ജീവിച്ചു, 100 വയസ്സ് വരെ പ്രായം, ആരോഗ്യം, സമ്പത്ത്, ഒരുപാട് മക്കൾ, എല്ലാറ്റിലും ബറക്കത്തുണ്ടായി. ആരുടെ ദുആ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. ഇതിൽ നമുക്ക് പാഠമുണ്ട്. നമുക്കും ദുആ ചെയ്യാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാരുടെ മക്കൾക്ക് വേണ്ടി, നമ്മൾ പോകുന്ന വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി. അങ്ങനെ ദുആ ചെയ്യലും ബറക്കത്തിന് വേണ്ടി തേടലുമൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ചും സ്വലാഹിയത്തുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആളുകൾ, അത് ഇസ്ലാമിൽ ജായിസാണ്. സാലിഹീങ്ങളായ ആളുകളോട്, നല്ല മനുഷ്യന്മാരോട്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് തോന്നുന്നവരോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ് എന്ന് ഇത്തരം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തുന്നൊരു ഹദീസാണ്. ഒരിക്കൽ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബഅ, ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ വയറ് നിറയുന്നില്ല, എന്ന് പറഞ്ഞാൽ മതിയായി എന്ന് തോന്നാത്ത ഒരു അവസ്ഥ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലക്കും തതഫറഖൂൻ, നിങ്ങൾ വേറെ വേറെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? പ്രവാചകൻ ചോദിച്ചു. അവർ പറഞ്ഞു, നഅം, അതെ, ഞങ്ങൾ വേറെ വേറെയാണ് ഭക്ഷണം കഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അങ്ങനെയല്ല, ഇജ്തമഉ അലാ ത്വആമിക്കും, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. വദ്കുറു ഇസ്മല്ലാഹി അസ്സ വജൽ, നിങ്ങൾ ബിസ്മില്ലാ എന്ന് പറയുകയും ചെയ്യുക. യുബാറക് ലക്കും ഫീ, നിങ്ങൾക്കതിൽ ബറക്കത്തുണ്ടാകും. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞ ഈ ബറക്കത്ത് എന്ന് സഹാബികൾ പറഞ്ഞ പരാതിയിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റണം. എന്താണത്? കഴിച്ചിട്ടും മതിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ബറക്കത്തില്ലാത്തൊരവസ്ഥയാണ്. ബറക്കത്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അല്പം തന്നെ ഭക്ഷണം കഴിച്ചാലും വയറ് നിറയുക, അത് ശരീരത്തിന് ആവശ്യമായ രൂപത്തിൽ പ്രവർത്തിക്കുക, നല്ല ആരോഗ്യമുണ്ടാവുക. അതാണ് ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് എന്ന് പറയുന്നത്. ശരീരത്തിന് ആരോഗ്യം നൽകണം, രോഗങ്ങളെ തടയുന്നതായിരിക്കുക. അമിതമായി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ബറക്കത്തില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ബറക്കത്തുണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് വേണമെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ടാകും. അത് ശരീരത്തിനും ഗുണം ചെയ്യുന്നതാണ്. വയറ് പെട്ടെന്ന് നിറയുവാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും അത് നമ്മെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബറകതു മഅ അകാബിരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവരുടെ കൂടെയാണ് ബറക്കത്ത്. ഇവിടെ അകാബിർ, മുതിർന്നവർ എന്ന് പറഞ്ഞത് 2 നിലക്കാണ്. ഒന്ന്, വീട്ടിലെ പ്രായം ചെന്നവർ, മാതാപിതാക്കൾ, കാരണവന്മാർ, അമ്മാവന്മാർ, നമ്മുടെ മുതിർന്ന ജ്യേഷ്ഠന്മാർ,
അവരൊക്കെ നമ്മളെക്കാൾ പ്രായം ചെന്നവരാണ്. പ്രായം ചെന്നവർക്കൊരു മഹത്വമുണ്ട് ഇസ്ലാമിൽ. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ പ്രായം ചെന്നവർക്ക് വമ്പിച്ച മഹത്വം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അവരെ ബഹുമാനിക്കൽ പോലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ്. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമദി ശൈബത്തിൽ മുസ്ലിം. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് ഇക്റാമദി ശൈബത്തിൽ മുസ്ലിം. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ പ്രായം ചെന്ന താടിയും മുടിയും ഒക്കെ നരച്ച ആളുകളെ ആദരിക്കുക. അത് സ്വന്തം മാതാപിതാക്കളാകുമ്പോൾ അതിൻ്റെ ഒരു ഡിഗ്രി പിന്നെയും വർദ്ധിക്കും. അപ്പോൾ മുതിർന്നവരെ ആദരിക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ചെറുപ്പക്കാരായ ആളുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവരുടെ ഉപദേശങ്ങൾ ഒരു നിലക്കും സ്വീകരിക്കാതിരിക്കുക, അവർക്ക് യാതൊരു നിലയും വിലയും കൽപ്പിക്കാതിരിക്കുക, അവരെക്കാൾ എത്രയോ ജൂനിയറായ ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. പ്രായം ചെന്ന മാതാപിതാക്കളെക്കാൾ തൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക, തൻ്റെ ഇണകൾ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക, തൻ്റെ മക്കൾ പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക. അനുഭവവും അറിവുമുള്ള മുതിർന്നവരെ തള്ളിക്കളയുക, അത് പാടില്ലാത്തതാണ്. രണ്ടാമത്തത്, ഇവിടെ അക്കാബിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആലിമീങ്ങളാണ്, ഇൽമുള്ള പണ്ഡിതന്മാരാണ്. അവർ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ഇൽമു കൊണ്ട് വലുതാണെങ്കിൽ അവരെ ആദരിക്കണം. അതുകൊണ്ടായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ, അദ്ദേഹത്തിന് ഉപദേശം നൽകുന്ന സദസ്സിൽ കുഹൂനൻ കാന ഔ ശുബ്ബാന, ചെറുപ്പക്കാർ, നന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു, പ്രായം ചെന്നവരുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ മുതിർന്ന സദസ്സിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷേ ധാരാളം വിഷയങ്ങളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിരുന്നു. കാരണം അവിടെ ഇൽമു കൊണ്ടുള്ള വലിപ്പമാണ്, അറിവ് കൊണ്ടുള്ള വലിപ്പമാണ്. ഇങ്ങനെ അറിവിൽ വലിപ്പമുള്ളവരെയും പ്രായത്തിൽ വലിപ്പമുള്ളവരെയും അംഗീകരിക്കുക, അവരെ കൂടെ നിൽക്കുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, അതൊക്കെ വലിയ കാര്യങ്ങളാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തന്നേക്കാൾ മുതിർന്ന സഹാബികളെ കണ്ടാൽ അവരെ ആദരിച്ചിരുന്നു. അവരെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക, അവരുടെ വാഹനത്തിൻ്റെ കയറ് പിടിക്കുക, അവരെയും കൊണ്ട് നടക്കുക. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, ഇപ്രകാരമാണ് ആലിമീങ്ങളോടും മുതിർന്നവരോടും പ്രവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചതെന്നാണ്. അപ്പോൾ മുതിർന്നവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുക, അവരെ സഹായിക്കുക, അവരെ പരിചരിക്കുക, അവരെ സന്ദർശിക്കുക, അവരോട് നല്ല വാക്കുകൾ പറയുക, നമ്മുടെ വീട്ടിലുള്ളവരടക്കം, അതിലൊക്കെ ഒരു ബറക്കത്തുണ്ട്. ഇതിനെ എപ്പോഴാണോ നമ്മുടെ ഉമ്മത്ത് തള്ളിയത്, അപ്പോഴാണ് പല നിലക്കുമുള്ള ബറക്കത്തില്ലാത്ത അവസ്ഥകൾ വീട്ടിലുണ്ടായിട്ടുള്ളത്. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ സന്താനങ്ങളിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ പലപ്പോഴും ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണം മുതിർന്നവരെ അവഗണിച്ചത് തന്നെയാണ്. ആ ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. നമുക്ക് ജീവിതത്തിൽ ബറക്കത്ത് വേണമോ, മുതിർന്നവരുടെ കൂടെ നിൽക്കണം. അൽ ബറക്കത്തു മഅ അകാബിരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ കിബാറുകളുടെ കൂടെയാണ് ബറക്കത്തുള്ളത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ടതാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുഖൂരിഹ, അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് നൽകണമേ. മറ്റൊരു സമയത്ത് റസൂൽ പറഞ്ഞില്ല, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുഖൂരിഹ, പ്രഭാത സമയം, സുബൈ കഴിഞ്ഞുള്ള സമയം, അതാണ് ബറക്കത്തുള്ള സമയം. വകാന ഇദാ ബഅസ സരിയത്തൻ ഔ ജൈഷൻ ബഅസഹും ഫീ അവ്വലിൻ നഹാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ അയക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഒരു യാത്രാ സംഘത്തെ എല്ലാം അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കച്ചവട സംഘത്തെ അയക്കുകയാണെങ്കിലൊക്കെ പകലിൻ്റെ തുടക്കത്തിൽ തന്നെ അയച്ചിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ബിസിനസ് കാര്യങ്ങൾ, അതേപോലെയുള്ള വിഷയങ്ങളൊക്കെ രാവിലെ തന്നെ, അതല്ലാതെ ഉച്ചവരെ കാത്തു നിന്നില്ല. വകാന സഖ്റുൻ, അഥവാ സഖ്റുബ്നു വദാഅ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തികളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, വകാന സഖ്റുൻ റജുലൻ താജിറൻ വകാന യബ്അസു തിജാറതഹു മിൻ അവ്വലിൻ നഹാർ ഫഅസ്റാ വഖസ്റ മാലുഹു, അദ്ദേഹം തൻ്റെ കച്ചവട സംഘത്തെ അയച്ചിരുന്നത് രാവിലെയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടാവുകയും കച്ചവടത്തിൽ വർധനവുണ്ടാവുകയും അദ്ദേഹത്തിന് സമ്പത്തിൽ വർധനവുണ്ടാവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ പ്രഭാത സമയത്തിനൊരു ബറക്കത്തുണ്ട്. ആ സമയത്ത് ഇറങ്ങുന്ന ഒരു ബറക്കത്ത് തന്നെയാണത്. അത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ സമയവും നമ്മുടെ പ്രവർത്തനങ്ങളും യോജിച്ചു വന്നാൽ ഇൻഷാ അള്ളാഹ് ലാഭമുണ്ടാകും. അത് കച്ചവടത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പ്രഭാത സമയം എന്തിനും നല്ലതാണ്. പഠിക്കാൻ, ഹിഫ്ളാക്കാൻ. പ്രഭാതത്തിൽ ഹിഫ്ളാക്കിയാൽ വേഗം ഹിഫ്ളാവും. പ്രഭാതത്തിൽ പഠിച്ചാൽ വേഗം പഠിക്കാൻ സാധിക്കും. രാവിലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പണി തുടങ്ങി നോക്കൂ, ഉച്ചയാകുമ്പോഴേക്ക് അത് തീർക്കാൻ പറ്റും. എന്നാൽ ഒരു 10 മണിക്കൊക്കെ തുടങ്ങിയാൽ അന്നും പിറ്റേന്നൊന്നും തീരൂല. അതൊരു ബറക്കത്തിൻ്റെ വിഷയമാണ്. രാവിലെ തുടങ്ങിയാൽ വേഗം ആ പണികൾ തീരും. എല്ലാ നിലക്കും അതിൽ ബറക്കത്തുണ്ടാകും. മറ്റൊന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖ,
കച്ചവടം നടത്തുന്ന ആളും വാങ്ങുന്ന ആളും, ഒരു വസ്തു വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും, കച്ചവടം മുറിയുന്നത് വരെ രണ്ട് കൂട്ടർക്കും അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിൽക്കുന്ന ആൾക്ക് അയാളുടെ അഭിപ്രായം, അയാളുടെ വില, വാങ്ങുന്ന ആൾക്ക് അയാൾ കണ്ട വില, അയാളുടെ അഭിപ്രായം. ഇത് പിരിയുന്നത് വരെ ആവാം. രണ്ടാളും സത്യസന്ധമായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകുന്നതാണ്. വിറ്റ ആൾക്ക് അതിൻ്റെതായ ബറക്കത്തുണ്ടാകും, വാങ്ങിക്കൊണ്ടുപോയ ആൾക്ക് അതിലും ബറക്കത്തുണ്ടാകും. പക്ഷെ പലപ്പോഴും വിറ്റ ആൾക്കും ബറക്കത്തില്ല, വാങ്ങിക്കൊണ്ടുപോയ ആൾക്കും ബറക്കത്തില്ലാത്തൊരവസ്ഥയാണുള്ളത്. നമ്മളൊരു സാധനം വാങ്ങുന്നു, പക്ഷെ ഒരു ഉപയോഗം ഇല്ലാതായി പോവുക. നമ്മളൊരു സാധനം വിൽപ്പന നടത്തുന്നു, പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എവിടെ പോയി ആ പണം എന്ന് അറിയാത്തൊരവസ്ഥ. അതിനൊക്കെ ഉള്ള കാരണങ്ങളിലൊന്ന് സത്യസന്ധതയില്ലായ്മയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻ കതമ വകദബ മുഹിഖത് ബറകതു ബൈഇഹിമ. അവർ കളവ് പറയുകയും സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് കൂട്ടർക്കും ബറക്കത്ത് നഷ്ടപ്പെടും. അപ്പോൾ ഇരു കൂട്ടർക്കും കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുവാൻ സത്യസന്ധമായ കച്ചവടം, ഇതും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കി തീർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യബ്തലി അബ്ദഹു ബിമാ അഅതാ ഫമൻ റളിയ ബിമാ ഖസമല്ലാഹു ലഹു ബാറക ലഹു ഫീഹി വവസ്സഅഹു വമൻ ലം യർദ ലം യുബാരിക് ലഹു ഫീഹി. വളരെ ശ്രദ്ധേയമായൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു ഓരോ അടിമക്കും നൽകിയിട്ട് ആ അടിമയെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈ റിസ്ക്കിലുള്ള ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വിഭജനമാണ്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ എന്നാണ്. ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ മഈശത്ത് ഞാൻ വിഭജിച്ചിരിക്കുന്നതാണ്. ചിലർക്ക് കൂടുതൽ കൊടുക്കും, ചിലർക്ക് പറ്റ കുറവ് കൊടുക്കും, ചിലർക്കൊരു മീഡിയം ലെവലിൽ കൊടുക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹു അങ്ങനെ വിഭജിക്കുന്നു എന്നാണ്. എന്തിനാണത്? അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഓരോ ആളുകളെയും അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഫമൻ റളിയ ബിമാ ഖസമല്ലാഹു ലഹു ബാറക ലഹു ഫീഹി വവസ്സഅഹു. അള്ളാഹു നൽകിയതിൽ ആരാണോ സംതൃപ്തിപ്പെടുന്നത് എങ്കിൽ അയാൾക്ക് ആ നൽകപ്പെട്ടത് എത്ര ചെറുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്കതിൽ ബറക്കത്ത് നൽകുകയും അതിൽ വിശാലത നൽകുകയും ചെയ്യുമെന്നാണ്. ബറക്കത്ത് നൽകുകയും വിശാലത നൽകുകയും ചെയ്യും എന്നാണ്. ചെറിയ ജോലി, ചെറിയ വരുമാനം, ചെറിയൊരു കട, ചെറിയ കാര്യങ്ങളുമായി ജീവിക്കുന്ന ആളുകൾ എത്ര സംതൃപ്തമായ ജീവിതം നയിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അവരവരുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും, എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ടാകും. അര പൈസ പോലും ഒരാൾക്ക് കൊടുക്കാൻ കടമുണ്ടാവില്ല, ആരോടും കടബാധ്യത ഒന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്, ചെറിയ വരുമാനം, എന്ത് ചോദിച്ചാലും അൽഹംദുലില്ലാ. എന്നാൽ വേറെ ചില ആളുകൾ ഒരുപാട് ഷോപ്പ്, ഒരുപാട് യാത്രകൾ, ഒരുപാട് കാര്യങ്ങൾ, പക്ഷേ എവിടെയും ബറക്കത്ത് കാണാൻ കഴിയുന്നില്ല. അതൊക്കെ മനസ്സിൻ്റെ ഒരവസ്ഥയാണ്. അള്ളാഹു നൽകുന്നതിൽ തൃപ്തിപ്പെടുകയും അള്ളാഹു പറഞ്ഞ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ ഇൻഷാ അള്ളാഹ് അതിൽ ബറക്കത്തും വിശാലതയുണ്ടാകും. എന്നാൽ വമൻ ലം യർള, റബ്ബ് നൽകിയതിൽ അങ്ങോട്ട് തൃപ്തിയാവുന്നില്ലെങ്കിൽ ലം യുബാരിക് ലഹു ഫീ, ഒരു ബറക്കത്തും പിന്നെ ആ ലഭിച്ചതിൽ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യുബ്സത ലഹു റിസ്ഖുഹു ഔ യുൻസ ലഹു ഫീ അസരി ഫലിയസിൽ റഹിമഹു. തൻ്റെ റിസ്ഖിൽ, ഉപജീവനത്തിലും പ്രായത്തിലും വർധനവും ബറക്കത്തും വിശാലതയും ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫലിയസിൽ റഹിമഹു, അവർ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നമ്മൾ കണക്കാക്കാത്ത നിരക്കുള്ള ചില ബറക്കത്തുകളുണ്ടാകും. എന്നാൽ കുടുംബബന്ധം ചേർക്കാത്ത, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകളുടെ ജീവിതത്തിൽ വമ്പിച്ച ഞെരുക്കങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ ഉപജീവനത്തിൽ വിശാലത, അൻ യുബ്സത ലഹു റിസ്ഖുഹു എന്നാണ്. ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകും. ഔ യുൻസ ലഹു ഫീ അസരിഹി, പ്രായത്തിൽ, ആയുസ്സിൽ, അത് ഒരുപാട് കാലം ജീവിക്കാനല്ല, ഉള്ള കാലം ധന്യമായിരിക്കുമെന്നാണ്. ചിലർക്ക് അല്ലാഹു രണ്ടും കൂടി നൽകും. ഒന്ന് പ്രായത്തിൻ്റെ ആധിക്യം, രണ്ട് ഈ പ്രായത്തിലെല്ലാം തന്നെ അമല് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണെന്നറിയാമോ? എന്നിട്ട് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. കൂടുതൽ ആയുസ് ഒരാൾക്ക് കിട്ടി, ഈ ആയുസ്സിലെല്ലാം നന്മ ചെയ്യാനും പറ്റിയാൽ ആ വ്യക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയെന്നാണ്. അപ്പോൾ ഈ നിലക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആയുസ്സിൽ വർധനമുണ്ടാകും. എപ്പോൾ? കുടുംബബന്ധം ചേർത്താൽ. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ നമ്മോടടുത്ത് നിൽക്കുന്ന കുടുംബങ്ങളോടൊക്കെയുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കി തീർക്കുക, അത് നന്നാക്കി തീർക്കുക, അതിന് നമ്മൾ ശ്രമിക്കണം.
ഇതെല്ലാം ഖാസായ കാര്യമാണെങ്കിൽ 2 ആമായ കാര്യങ്ങൾ കൂടി പറയാം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ നമുക്ക് ബറക്കത്ത് നൽകും. സൂറത്തുൽ അറാഫിലെ 96-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. പട്ടണ നിവാസികളായ ആ ആളുകൾ അവർ വിശ്വസിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ബറക്കത്ത്, അതിൻ്റെ കവാടങ്ങൾ നാം അവരുടെ മേൽ തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ബറക്കാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എമ്പാടും ബറക്കത്തുകൾ. പക്ഷേ 2 കണ്ടീഷനാണ് പറഞ്ഞത്. ഒന്ന് ആമനു വത്തഖൗ, ഈമാൻ സ്വീകരിക്കണം, തൗഹീദ് സ്വീകരിക്കണം. പിന്നെ തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ ജീവിതത്തിലുടനീളം ബറക്കത്തുണ്ടാകും. അവരുടെ കാര്യത്തിൽ, അവരുടെ മക്കളുടെ കാര്യത്തിൽ, അവരുടെ മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ താനുമായി ബന്ധപ്പെടുന്നതിലൊക്കെ ഒരു യുസ്ർ, ഒരു എളുപ്പം, ഒരു നന്മ അത് അള്ളാഹു നൽകും. ഒരു പ്രൊട്ടക്ഷൻ അള്ളാഹു നൽകും. പക്ഷേ ഈമാൻ വേണം, തഖ്വ വേണം. രണ്ടാമത്തത് അത്തമസ്സുകു ബി കിതാബില്ല, പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ചുള്ള ജീവിതം. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഉ വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. സൂറത്തുൽ അൻആം 155-ാമത്തെ ആയത്ത്. ഈ ഒരു ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ, അനുഗ്രഹീതമായ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ഫത്തബിഉ, അതുകൊണ്ട് നിങ്ങൾ ഖുർആനിനെ ഇത്തിബാഇ ചെയ്യണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. വത്തഖൂ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും വേണം. എങ്കിൽ ലഅല്ലകും തുർഹമൂൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോൾ ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ഈ ഖുർആൻ പഠിക്കുക, ഹിഫ്ളാക്കുക, പാരായണം ചെയ്യുക, ഖുർആനുമായി ബന്ധപ്പെട്ടൊരു ജീവിതം, അതാണ് അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആനിൻ്റെ ആളുകൾ. അങ്ങനെ ഖുർആനിൻ്റെ സാഹിബുകളായി, ഖുർആനിൻ്റെ ആളുകളായി ജീവിച്ചാൽ തന്നെ വമ്പിച്ച ബറക്കത്തുണ്ടാവും. നിങ്ങൾ നോക്കൂ, ദി ഡാർക്കസ്റ്റ് ഓഫ് ദി ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ട ആ ഒരു 6-ാം നൂറ്റാണ്ട്, ഭൂമി മുഴുവൻ അന്ധകാരം കൊണ്ട് നിറഞ്ഞു എന്നാണ് ചരിത്രകാരന്മാർ സത്യസന്ധമായി രേഖപ്പെടുത്തുകയാണ്. ഭൂമി മുഴുവൻ അന്ധകാരം കൊണ്ട് നിറഞ്ഞു. ആ അന്ധകാര നിബിഡമായ ലോകത്തെ പ്രകാശപൂരിതമാക്കിയത് പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു 40-ാമത്തെ വയസ്സിൽ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അന്ന് തുടങ്ങിയ ആ ഒരു പ്രയാണം പിന്നീട് അതാ മക്കയിലും മദീനയിലും എല്ലാം പ്രകാശമുണ്ടാകും. സൗദി അറേബ്യയിൽ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ മുഴുവൻ ആ പ്രകാശം, പിന്നീട് ലോകത്തേക്ക് മുഴുവൻ അത് മാറി. ഭൗതികമായും സാംസ്കാരികമായും അള്ളാഹു എല്ലാ ബറക്കത്തും നൽകിയത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഈ ഖുർആനിനെ മുറുകെ പിടിച്ചാൽ അത് രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ബറക്കത്ത്, ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റിന് ബറക്കത്ത്, ഒരു ജില്ലയാണെങ്കിൽ ആ ജില്ലക്ക് ബറക്കത്ത്, ഒരു പ്രസ്ഥാനമാണെങ്കിൽ ആ പ്രസ്ഥാനത്തിന് ബറക്കത്ത്, ഒരു വീട്ടുകാരാണെങ്കിൽ, ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന് ബറക്കത്ത്. ഇനി ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് ഇഹപര ബറക്കത്തുകളെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അതുകൊണ്ട് ഖുർആനിനെ മുറുകെ പിടിക്കുക, ഈമാനും തഖ്വയും മുറുകെ പിടിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ലോകത്തും പരലോകത്തും എമ്പാടും ബറക്കത്തുകൾ നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ.